പൊങ്ങിയിരുന്നിട്ട് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നില്ല. എൻ്റെ ദൈവമേ, നേഴ്സുമാർ നമ്മുടെ ചുറ്റിനെ നിന്നുകൊണ്ട് എന്തൊരു സപ്പോർട്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മുന്നേ താഴത്ത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത്, എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്തൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്ഗുമോൻ്റെ, ഇതാണ് അഗ്രത്. ഇവ എൻ്റെ ഡെലിവറി സ്റ്റോറി, എൻ്റെ ഡെലിവറി സ്റ്റോറി എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഡെലിവറി പോളണ്ടിലാണ് കഴിഞ്ഞത്. പോളണ്ടിൽ പോസ്നാൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി. അവിടെ വെച്ചായിരുന്നു എൻ്റെ ഡെലിവറി. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ 6 മന്ത് പ്രഗ്നൻസി ടൈമിൽ 6 മന്ത് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്, പോളണ്ടിലേക്ക് വന്നത്. ആ ഒരു വയറൊക്കെ വെച്ച് ഞാൻ എയർപോർട്ടിൽ ബാഗൊക്കെ തൂക്കിയിട്ട് വന്നത് അതിൻ്റെ ഒരു 6 മന്ത് ലാസ്റ്റ് ആയപ്പോഴായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു 6, 7, 8 ആ ഒരു 9 മന്ത് സ്റ്റാർട്ടിങ് എല്ലാം ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കുന്ന. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും. ആ എയർപോർട്ടിൽ നടന്നതൊക്കെ ഭയങ്കര സീനായിരുന്നു. എൻ്റെ പൊന്നു ആലോചിക്കാൻ പോലും വയ്യ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹൈദരാബാദ് ടു കൊച്ചി ഞാൻ നേരത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും രണ്ട് ഫ്ലൈറ്റ് ആയിരുന്നു പോളണ്ടിലേക്ക്. ആദ്യമായിട്ടാണ് അത് ഒറ്റയ്ക്ക് വയറും വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ദോഹയിൽ ചെന്നിട്ട് ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യണമല്ലോ. നൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ വെയിറ്റിംഗ് റൂമിൽ ഈ ചാരി കിടക്കുന്നൊരു ആ കസേര ഉണ്ടായിരുന്നു. പക്ഷേ പറ്റുന്നില്ലായിരുന്നു. തിരിഞ്ഞും മറിഞ്ഞൊക്കെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. അതൊക്കെ വൻ ശോകമായിരുന്നു എൻ്റെ പൊന്നോ. ആ ഒരു 6 മന്തൊക്കെ ആകുമ്പം അറിയാമായിരിക്കുമല്ലോ, പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്ക് മനസ്സിലാകും. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യണം. സോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എത്തിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാണ് ഭയങ്കര വലിയൊരു സീനായിരുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ആ ശോക അവസ്ഥയൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ എയർപോർട്ടിൽ എത്തിയിട്ട് എൻ്റെ ദൈവമേ, വാർസോ എന്ന് പറയുന്ന ഒരു എയർപോർട്ടിലാണ് ഞാനിവിടെ വന്ന് ഇറങ്ങിയത്. ഇവിടെ എത്തിയിട്ട് എനിക്ക് ഏത് വഴി പോകണം, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഇവിടുത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോളിഷ് ലാംഗ്വേജ് ആണല്ലോ. അങ്ങനെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ആർക്കൊന്നും മനസ്സിലാവുന്നുമില്ല പറഞ്ഞിട്ട്. അപ്പം ഞാൻ എല്ലാവരും കൂടെ ഇറങ്ങി, എല്ലാവരും പോകുന്ന പുറകെ ഞാനും അങ്ങ് പോയി. എല്ലാ സംഭവങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞ് എനിക്ക് ഏത് വഴി ഇറങ്ങണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു നേപ്പാളി ഒരു പുള്ളിക്കാരനെ കണ്ട് ഞാൻ ഈ വയറും വെച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന കണ്ട് ഒരു സഹതാപം തോന്നിയിട്ട് എന്നിട്ട് എനിക്ക് ബാഗെല്ലാം എടുത്ത് തന്ന് എൻ്റെ കൂടെ പുറത്ത് വന്ന് ഹസ്ബൻഡിനെ കണ്ടുമുട്ടുന്നിടം വരെ എൻ്റെ കൂടെ നിന്ന്. അങ്ങനെ അവിടുത്തെ സീനുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തി. അങ്ങനെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് സമാധാനത്തിലെത്തി കഴിഞ്ഞ് പിന്നെ എന്താ, ഇവിടെ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും. ഞാനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെ ഒരു 8 മന്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഡെലിവറി പെയിൻ തുടങ്ങി. ആ ഒരു ഡെലിവറി പെയിൻ വന്ന് രാത്രിയിലാണ് വന്നത്. ഇവിടുത്തെ നേരെ നമ്മുടെ സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കോവോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലാണത്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഡെലിവറിക്കുള്ള ടൈമായി, നിങ്ങൾ കോനിൻ എന്ന് പറയുന്ന വേറൊരു ഹോസ്പിറ്റലുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് നേരെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ശോകാവസ്ഥയുണ്ട്. പേഷ്യൻറ്റിനെ കൊണ്ടുപോകുന്ന ആംബുലൻസിലെ ആ ഒരു പേഷ്യൻറ്റിനെ മാത്രമേ കേട്ടതുള്ളൂ, കൂടെ ഒരു ബൈസ്റ്റാൻഡറോ ഒന്നുമില്ല. ആംബുലൻസിൽ പേഷ്യൻ്റ് കിടക്കുന്ന മേലിലായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം ഫ്രണ്ടിലിരിക്കുന്ന ഡ്രൈവർക്കും കൂടെ ഇരിക്കുന്ന ആൾക്കും നമ്മളെ കാണാനും നമുക്ക് എന്തെങ്കിലും കൂടുതലായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തൂടെ തന്നെ, ആംബുലൻസിൻ്റെ അകത്തൂടെ തന്നെ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ കോനിൻ ഹോസ്പിറ്റലിലെത്തി. ഞാൻ മറ്റേ എന്ന് പറഞ്ഞ് വേഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടി ബാക്കിൽ കാറിൽ വരുന്നുണ്ട്. സോ കോനിൻ ഹോസ്പിറ്റലിലെത്തി നേരെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ട്
അവർ മാക്സിമം നോക്കി ഡെലിവറി ആവാണ്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കി. എന്താണെന്ന് വെച്ചാൽ പൂർണ്ണ വളർച്ച കറക്റ്റ് ടൈമിലല്ലല്ലോ, 8 മന്ത് ഒരു പകുതി ആ ഒരു ടൈമിലേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സിസേറിയൻ ചെയ്ത് ഡെലിവറി ഇപ്പോൾ കഴിഞ്ഞേനെ. അവർ മാക്സിമം നോക്കി. പിന്നെ പെയിനൊക്കെ ഒരുവിധം പെയിൻ കുറയാനായിട്ടുള്ള മെഡിസിനൊക്കെ തന്ന് അവരതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ എനിക്ക് മാക്സിമം അവർ നോക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, വേദന എല്ലാം കുറഞ്ഞ്. അങ്ങനെ വേദന കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവിടുത്തെ റൂമിലേക്ക് മാറ്റി. എന്നിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഷുഗർ അങ്ങ് ഹൈ ആയപ്പോഴത്തേക്കും പിന്നെ എന്നെ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോസ്നാൻ എന്ന് പറയുന്ന ഒരു വലിയൊരു സിറ്റിയാണ്, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടത്തേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അതൊക്കെ അപ്പുറമാണ്. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. എന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എത്തി. ഇതുപോലെ തന്നെ ഷുഗറിൻ്റെ ഡയബറ്റീസൊക്കെ തുടങ്ങി. അങ്ങനെ അവിടുത്തെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ബൈസ്റ്റാൻഡർക്ക് നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടന് നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ബൈസ്റ്റാൻഡർക്ക് കാണാൻ വരുന്ന ഒരു വിസിറ്റിംഗ് ടൈം ഉണ്ട്. ആ ഒരു വിസിറ്റിംഗ് ടൈമിൽ മാത്രമേ നമ്മളെ പേഷ്യൻറ്റിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. എനിക്ക് ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് അവർ തന്നെ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഏട്ടൻ ഒന്ന് ആലോചിക്കണം, എനിക്കറിയത്തില്ല, പുതിയൊരു ഹോസ്പിറ്റലാണ്, വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചെന്നിരിക്കുകയാണ്, വലിയൊരു സിറ്റിയാണ്, വലിയൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഭാഷ അറിയത്തില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഹാപ്പി ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്ന്. നമ്മൾ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ വയറ്റിലുള്ള കുഞ്ഞിനും അത് ബാധിക്കുന്നതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് എന്താണേലും മരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഞാനും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഹാപ്പി ആയിട്ട് നിന്ന്. ചെറിയ കരച്ചിലൊക്കെ കരഞ്ഞ്, ഏട്ടൻ പോകാൻ നേരം ചെറിയ കരച്ചിലൊക്കെ കരഞ്ഞ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്നത് ഹോസ്പിറ്റലുള്ളവരാണ്. പിന്നെ നമ്മൾ കിടക്കുന്ന സൈഡിൽ തന്നെ ഒരു ബെല്ലൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. അതിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഡോക്ടർമാരോ നേഴ്സുമാരോ ആരാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നോളും. ഒരു റൂമിൽ ഒരു 4 പേഷ്യൻറ്റ്, ഒരു ബാത്റൂം,
ഇത്രയും നേഴ്സുമാർ ചുറ്റിനും, ഈ 7 നേഴ്സുമാരുണ്ടല്ലോ, ഈ ചുറ്റിനും നമ്മുടെ ചുറ്റിനും നിന്നിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ തലോടുന്നു, 2 കയ്യിലും, പിന്നെ തലയിൽ തലോടുന്നു, നമ്മളോടിങ്ങനെ കുഴപ്പമില്ല പോട്ടെ അങ്ങനെയൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെ നമ്മളെ സമാധാനിപ്പിക്കത്തില്ലേ. ആ ഒരു ടൈമിൽ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ടാണ് അല്ലേ. അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് ദൈവം സഹായിച്ച് കിട്ടിയായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ എന്താ പറയണ്ട, അങ്ങനെ നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു, സിസേറിയനെ നടക്കത്തുള്ളായിരുന്നു. ഇവരുടെ ഒരൊറ്റ ഒരു ഇത് പെയിൻ വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് സിസേറിയൻ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഹസ്ബൻഡും കൂടെ നിൽപ്പുണ്ട്. ഹസ്ബൻഡിൻ്റെ ഒക്കെ കയ്യിൽ ഞാൻ ഞെക്ക് പൊട്ടിച്ച് മാന്തി വല്ലാത്തൊരു പരുവാക്കിയായിരുന്നു ആ ഒരു ടൈമിൽ പെയിൻ വന്നപ്പോൾ. അങ്ങനെ രാവിലെ ഡെലിവറിക്ക് കയറി ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് പ്രസവമൊക്കെ കഴിഞ്ഞ് സുഖപ്രസവമായിരുന്നു. ഒരു അടിപൊളി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓരോ ലേബർ റൂം ഉണ്ട് കേട്ടോ. ഓരോ ലേബർ റൂമിലും ഓരോ ടോയ്ലറ്റ് ഉണ്ട് ആ റൂമിൻ്റെ ഉള്ളിലായിട്ട്. അപ്പം ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാരിയോട്ടില്ല, അതൊന്നും അല്ല, അതുക്കും മേലെയാണ് അതിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ. ഓരോ ലേബർ റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ അകത്തുള്ള സംവിധാനങ്ങൾ അത്ര അടിപൊളിയാണ്. അതിൻ്റെ അകത്ത് ചൂടുവെള്ളമുണ്ട്. ചൂടുവെള്ളത്തിൽ നമുക്ക് വേദന കൂടുമ്പം പോയി കുളിക്കുകയും ഒക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ വേദന കൂടുമ്പോൾ പോയി കുളിക്കും, പിന്നെയും വന്ന് കിടക്കും, കുളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഈ നഴ്സുമാരൊക്കെ ഈ റൂമിലുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും വേദന കൂടി. അറിയാമല്ലോ പ്രസവ വേദന എന്ന് വെച്ചാൽ എത്ര വേദനയാണെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ വേദന കൂടി. അങ്ങനെ അവസാനം സംഭവം കഴിഞ്ഞ് അകുമം പുറത്ത് വന്ന് ആദ്യമായിട്ട് വാവേനെ കണ്ട്. അങ്ങനെ അവസാനം വാവേനെ കണ്ടു. വാവ ഇങ്ങനെ പുറത്തേക്ക് വന്നു. പക്ഷേ ഏട്ട സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, തല വന്ന് ബാക്കിയും കൂടി ഉള്ളു, നോക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കാം, മുറുക്ക് പിടിച്ചിരിക്കാം. ഏട്ടൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഒടിച്ച് മടക്കി ഒക്കെ എന്നൊക്കെ എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ അവസാനം കുഞ്ഞാവിനെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ അനുഭവിച്ച വേദനയൊക്കെ നമ്മൾ മറന്നു പോവുക. ശരിക്കും അത്രയും അനുഭവിച്ച വേദനയൊക്കെ മറന്നു. കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് കുഞ്ഞ് ഭയങ്കര കരച്ചിലായതുകൊണ്ട് കുഞ്ഞിന് ശ്വാസമുട്ടലുണ്ടോ എന്ന് ഒരു സംശയമായിട്ട് ഇവൻ്റെ വാർഡിലേക്ക്, കുഞ്ഞുപിള്ളാരുടെ വാർഡിലേക്ക് മാറ്റി. ഒരു ദിവസം നോക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് അയക്കും. അങ്ങനെ പിറ്റേ ദിവസം കുഴപ്പങ്ങളൊന്നുമില്ല. പിറ്റേ ദിവസം അങ്ങനെ ആ റൂമിലേക്ക് കുഞ്ഞാവിനെ കൊണ്ടുവന്ന് അവിടെ 2 ദിവസം കിടന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ലാഗ് എടുപ്പിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഫുള്ളും പറയും, എല്ലാവരും കേൾക്കണം, ഞാൻ പറയും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് മാറ്റി. അഗ്ഗുമോനെ അവർ കൊണ്ടുപോവുകയും ചെയ്ത്, ഒരു ദിവസം നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്ത്. എന്നെ റൂമിലേക്ക് മാറ്റിയപ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞു. ഏട്ടന് പിന്നെ പോവാം, അവരത്രേ നിർത്തത്തുള്ളൂ, പിന്നെ നിർത്തത്തില്ല അവർ. അങ്ങനെ ഏട്ടനും പോന്ന്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അഗ്ഗുമോനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മഞ്ഞ കളറ് കാണുന്നുണ്ട്, മഞ്ഞയുണ്ട്. അങ്ങനെ അവർ നമ്മുടെ അടുത്ത് തന്നെ ഒരു ലൈറ്റൊക്കെ ഉള്ളൊരു ബോക്സ് പോലത്തെ ഒരു സംഭവം ഉണ്ട് കുഞ്ഞിനെ കിടത്തുന്ന. അതിൽ തന്നെ വെച്ച് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് 2 ദിവസം പിന്നെയും കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല, നോർമലായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കഠിന അധ്വാനം, ആ ഒരു വലിയൊരു സംഭവം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നളിയാ, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് വന്ന ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും തരികടത്താ. ഇവിടെ ഹസ്ബൻഡും ഞാനും മാത്രമല്ലേ ഉള്ളൂ. ഹസ്ബൻഡിന് ഞങ്ങൾ വീട്ടിലെത്തി ഒരു 2-3 ദിവസം മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ സ്റ്റിച്ചിൻ്റെ പെയിനും, എത്ര പെയിനാണെന്ന് അത് അനുഭവിച്ചവർക്ക് അറിയാമല്ലോ. ഈ സ്റ്റിച്ചിൻ്റെ പെയിനും ബോഡി ഫുള്ള് വേദനയും കാര്യങ്ങളൊക്കെ അല്ലേ. അതും കുഞ്ഞിനെ നോക്കണം, കുഞ്ഞ് പാല് കുടിക്കുന്നത്, രാത്രിയിൽ ഉറക്കവേ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഏട്ടനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ തന്നെ കുളിക്കണം, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കണം. ഹസ്ബൻഡും ഹെൽപ്പ് ചെയ്ത്. പക്ഷെ നമുക്ക് അവർക്ക് എത്രത്തോളം ആകും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവരെ കൊണ്ട് പറ്റുന്നത് ഏട്ടൻ എന്നെ ഹെൽപ്പൊക്കെ ചെയ്ത് തന്ന്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടുപോയത് ഏട്ടൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴാണ്. രാവിലെ പോകണം. ഏട്ടൻ രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് ടേബിളിൻ്റെ മേളിൽ എല്ലാം എടുത്ത് വെച്ച് തന്നിട്ട് ഏട്ടൻ ജോലിക്ക് പോകും. വൈകുന്നേരം ആകുമ്പം പിന്നെ തിരിച്ചു വരും. എന്നിട്ട് കുഞ്ഞിനെ അത്രയും നേരം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കണം. സ്റ്റിച്ചിൻ്റെ പെയിൻ, കുഞ്ഞിൻ്റെ ഡയപ്പർ മാറ്റണം, ഇടയ്ക്ക് എണീക്കണം, പാല് കൊടുക്കണം. നമ്മളെന്നെ ഹെൽപ്പ് ചെയ്ത് തരാൻ പോലും ആരുമില്ല. പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനീറ്റ, അവൾ ഇടയ്ക്ക് വരും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിച്ച് എന്നിട്ട് പോകും. പക്ഷേ എങ്കിൽ എല്ലാവരും വിളിക്കും കേട്ടോ, എല്ലാവരും വിളിക്കും. അമ്മയാണെങ്കിൽ ഇവിടെ വന്ന ആ ദിവസം തൊട്ട് ഈ നിമിഷം വരെ അമ്മ വിളിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരിക്കും. കുഞ്ഞാവ കരയുന്നു.
ഈ നിമിഷം വരെ അമ്മ വിളിച്ച്, അമ്മയാണ് ഏറ്റവും വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത്. അമ്മ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന അമ്മയുടെ വില മനസ്സിലാക്കിയത് ഈ ഒരു ടൈമിലാണ്. അമ്മ വീഡിയോ കാണുന്നെങ്കിൽ ഉമ്മ എല്ലാവരും വിളിക്കും കേട്ടോ. ഈ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ എല്ലാവരും വിളിക്കും. എല്ലാവർക്കും അറിയാം ഞാനിവിടെ ഒറ്റയ്ക്കാണ്. പക്ഷേ എല്ലാവരും വിളിക്കുമ്പം ചോദിക്കുമ്പോൾ ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ, ചുമ്പ എന്തിനാ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത്, അങ്ങനെയൊക്കെ ഞാൻ പറയും. പക്ഷെ അമ്മയ്ക്കറിയാം, എൻ്റെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അമ്മയ്ക്കറിയാം. അമ്മ രാവിലെ തൊട്ട് ഇപ്പോഴും കിടന്ന് വിളിക്കും കേട്ടോ, ഇപ്പോഴും വിളിക്കും. രാവിലെ എണീക്കുമ്പോൾ തന്നെ അമ്മ എല്ലാ ദിവസവും വിളിക്കും, കുഞ്ഞിനെ കാണണം. കുഞ്ഞിനെ അമ്മ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ. ഇപ്പോഴും കുഞ്ഞാവ വലുതായി വരുന്തോറും ഭയങ്കര കുരുത്തക്കേടാ. രാത്രിയിൽ ചില സമയത്ത് ഉറക്കത്തേയില്ല. പിന്നെ ഏട്ടനും ജോലിക്ക് പോയി ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് ഏട്ടനെ ഞാൻ ഇടയ്ക്ക് വിളിക്കത്തൊന്നുമില്ല. ഇടയ്ക്ക് വിളിക്കും കേട്ടാ. എനിക്ക് അത്ര തീരെ ബുദ്ധിമുട്ട് പറ്റുന്ന സമയത്ത് മാത്രമേ ഞാൻ ഏട്ടനെ വിളിച്ച് ശല്യപ്പെടുത്തത്തുള്ളൂ. ഏട്ടൻ ഒന്ന് എടുക്കുമോ എന്നും ചോദിച്ചിട്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് രാത്രിയിൽ നോക്കുന്നതും. പിന്നെ പകല് ഞാൻ തുറന്നു പറയാം, ഒന്ന് ബാത്റൂമിൽ പോലും പോകാനായിട്ട് പറ്റത്തില്ല. ചില സമയത്ത് അമ്മേനെ വീഡിയോ കോളൊക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ട് അവനുമായിട്ട് വർത്താനം മോനെ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോയിക്കൊണ്ട് ഇരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് കുക്ക് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്, ഭയങ്കര അഡ്ജസ്റ്റൊക്കെ ചെയ്തിട്ടാണ്. പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് അഗ്ഗുമോനെ ഞാൻ നോക്കിക്കൊണ്ട് ഇത് നിമിഷം വരെ എത്തിയത്. പിന്നെ അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഇതാണ് സാധനം, അഗ്രതൻ. നമ്മൾ അഗ്ഗു എന്നാണ് വിളിക്കുന്നത്. അവൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അച്ഛനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ എത്ര നോക്കിയാലും അവൻ്റെ അച്ഛനോടാണ് അവൻ്റെ കൂറ്, അവൻ്റെ സ്നേഹം മുഴുവനും. അങ്ങനെ അഗ്ഗുവിന് ഇപ്പം 5 മാസമായി. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുട്ടി ഡെലിവറി സ്റ്റോറി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലാഗ് അടിപ്പിച്ചെങ്കിലും എല്ലാവരും ഫുള്ളും കേൾക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റും ഒക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അഗ്ഗു എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങോട്ട് നോക്കി പറ. സപ്പോർട്ട് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.